ആ പെണ്ണിന്റെ കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു തആല നിഷ്ഫലമാക്കി കളയും. അത് വലിയൊരു പൊരുത്തക്കേടുള്ള വാക്കാണ്. യാ ആയിഷ, മാ മിൻ ഇംറാത്തിൻ നളറത് ലിസൗജിഹാ ബിവജ്ഹിൻ അബൂസ്, ചുളിഞ്ഞ മുഖത്തോടെ തന്റെ ഭർത്താവിലേക്ക് നോക്കുന്ന ഒരു പെണ്ണ് ഇല്ലാ ലഅനഹാ കുല്ലു നജ്മിൻ ഫിസ്സമാ, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ മുഴുവനും ആ പെണ്ണിന് ശാപപ്രാർത്ഥന നടത്തുന്നു. എല്ലാ നക്ഷത്രങ്ങളും ആ പെണ്ണിനെ ശപിക്കും. ഭർത്താവിനെ നോക്കേണ്ടത് സുന്ദരമായ സന്തുഷ്ടകരമായ മുഖത്തോടെയാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും ആ പ്രയാസങ്ങൾ കടിച്ചു പിടിച്ചു ഒതുക്കിയിട്ട് സ്നേഹത്തിന്റെ നോട്ടമാണ് നോക്കേണ്ടത്. തിരിച്ചും സഹോദരന്മാരെ, നമ്മളോടും അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളെ ഇണകളോട് നല്ല രൂപഭാവത്തിൽ നിങ്ങൾ ബന്ധം പുലർത്തണം, സ്നേഹരൂപത്തിൽ നോക്കണം, സ്നേഹരൂപത്തിൽ സംസാരിക്കണം. നല്ല രൂപഭാവങ്ങളിലാണ് ജീവിതം നയിക്കേണ്ടത്. പ്രയാസകരമായി ഇടങ്ങേറുള്ള വാക്കുകളും പ്രവൃത്തികളും രൂപഭാവങ്ങളും നൽകിയ രൂപത്തിലല്ല. സ്നേഹമസൃണമായ പെരുമാറ്റമാണ് ഏറ്റവും നല്ല രൂപഭാവമാണ് സ്വർഗത്തിലെത്തിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ മാതൃകയാണ് നല്ല നോട്ടവും നല്ല ചിരിയും നല്ല സംസ്കാരവും ഉണ്ടാക്കിയെടുക്കുന്നത്. ആയിഷ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് ആ ഭർത്താവിന് കഴിയാത്ത ചെലവ് നിർബന്ധിപ്പിച്ചാൽ ലം തനൽഹാ റഹ്മത്തു റബ്ബി, എന്റെ റബ്ബിന്റെ റഹ്മത്ത് ആ പെണ്ണിന് ലഭിക്കൂല. അവരെ വീട്ടിൽ കണ്ടില്ലേ നല്ല കാറുണ്ട്, മറ്റുള്ളവരെ വീട്ടിലും കാറുണ്ട്. എങ്ങനെങ്കിലും ഒരു കാറ് നിങ്ങളും വാങ്ങണം. എന്റെ കയ്യിൽ അതിന് പണമെത്തിയിട്ടില്ല പെണ്ണെ, പണം എത്തുമ്പോൾ ഞാൻ വാങ്ങിക്കൊള്ളാം. അവരൊക്കെ എങ്ങനെ വാങ്ങിയത് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവര് വാങ്ങിയ രൂപത്തിൽ നിങ്ങളും വാങ്ങണം. അങ്ങനെ ഒരു പ്രയാസം നീ എനിക്ക് തരരുത്. എനിക്ക് അല്ലാഹുവിന് കഴിവ് വരുമ്പോ, എന്റെ ചില ബാധ്യതകളൊക്കെ വീടുമ്പോ ഞാൻ അങ്ങനെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടും നിർബന്ധിപ്പിച്ച് ബുദ്ധിമുട്ടാക്കിയാൽ റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കൂല എന്ന് മാത്രമല്ല, വലൈസ ലഹാ ഫീ ശഫാഅതി നസീബ്, എന്റെ ശഫാഅത്തിൽ ഒരു വിഹിതവും ആ പെണ്ണിന് ആഖിറത്തിൽ കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഴിയാത്ത വിഷയങ്ങൾക്ക് ഭർത്താവിനെ നിർബന്ധിപ്പിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്, വലിയ ഇടങ്ങേറ് പിടിച്ച സംഗതിയാണ്. ഭർത്താവ് ഒരു ചെറിയ രൂപത്തിലും ഭാവത്തിലും ജീവിക്കുന്ന ആളാണ്. പാകത്തിനൊരു വീടുണ്ടാക്കി. പെണ്ണ് പറഞ്ഞു, അത് പോരാ, എന്റെ കൂട്ടുകാരിയുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭർത്താവ് ആ കെട്ടിക്കൊടുത്ത വീട് പോലൊരു വീട് എനിക്കും വേണം. ഈ ഭർത്താവ് പോയി അന്വേഷിച്ചു നോക്കി, എങ്ങനെയാ നിങ്ങൾ വീടുണ്ടാക്കിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വീടുണ്ടാക്കിയതുപോലെ നിങ്ങൾ ഇടങ്ങേറാകരുത്. എന്റെ കടം വീടാതെ ഞാൻ ഇന്നും ബുദ്ധിമുട്ടിലാണ്. നോട്ടീസ് ഇപ്പോഴിങ്ങനെ മാസം വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇടങ്ങേറിലാണ്. എല്ലാം കൊടുത്തു തീർത്തു. ഇനിയൊരു ആധാര പേപ്പർ മാത്രം ബാക്കിയുണ്ട്. ഞാനിങ്ങനെ വീടുണ്ടാക്കി ഇടങ്ങേറായതാണ്. തിരിച്ചു വന്നിട്ട് തന്റെ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, അതുപോലത്തെ വീടുണ്ടാക്കിയിട്ട് അയാൾ തന്നെ ബുദ്ധിമുട്ടിലാണ്. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന്, ജപ്തി നോട്ടീസാണ് ഇപ്പൊ അവസാനം വന്നത്. ആ വീടും ബാങ്ക് ജപ്തി ചെയ്താൽ പിന്നെ വാടക കോട്ടേഴ്സിൽ താമസിക്കേണ്ടി വരും. വീട് അടക്കം പോകും, സ്ഥലവും പോകും. കുറച്ചുകൂടി കാലം താമസിപ്പിക്കും അവര്. പിന്നെയും കിട്ടിയില്ല എന്ന് കണ്ടാൽ ലേലം ചെയ്ത് വിൽക്കും. കടം അവരെടുക്കും. ബാക്കിയുള്ള എന്തോ 1000-2000 രൂപ പറക്കത്തിന് ഇങ്ങോട്ട് തരും. ഇത്ര ഉണ്ടാവും. ആ ഒരു ഇടങ്ങേറ് നമ്മൾ നിൽക്കണം. അങ്ങനെ ആയാലും വേണ്ടില്ല, അങ്ങനെ ആയാലും വേണ്ടില്ല, അങ്ങനെ ഉണ്ടാക്കണം എന്ന് കഷ്ടപ്പെടുത്തി പറയാൻ പാടില്ല. അതൊരു ബുദ്ധിമുട്ടാ, അതൊരു ഇടങ്ങേറാണ്. പാകത്തിന് താമസിക്കാനുള്ള ഒപ്പുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലാഹു തആല സൗകര്യങ്ങളും വിശാലത തരുമ്പോൾ പിന്നെയും വലുതാക്കി എടുക്കണം. ആളുകളെ സൗകര്യത്തിനനുസരിച്ച്. അങ്ങനെയല്ലേ? ഒറ്റയടിക്ക് നിർബന്ധിപ്പിക്കാൻ പാടില്ല. ഒരു വിഷയത്തിലും അങ്ങനെ ഇടങ്ങേറാക്കാൻ പാടില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമാ മിൻ ഇംറാത്തിൻ ഖാലത് ലിസൗജിഹാ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ, അറഹനില്ലാഹു മിൻകി, നിങ്ങളൊന്ന് മരിച്ചെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കായിരുന്നു. അങ്ങനെ ആരും പറയില്ലല്ലോ. പറയാം, നിങ്ങളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ നല്ലൊരു സുഖമായിട്ട് ഒരു അടിച്ചുപൊളിയായിട്ട് ജീവിക്കായിരുന്നു. അങ്ങോട്ടും പോകാനാക്കൂല, ഇങ്ങോട്ടും പോകാനാക്കൂല, അങ്ങോട്ടും നോക്കാനാക്കൂല, ഇങ്ങോട്ടും നോക്കാൻ. എന്തൊരു ബുദ്ധിമുട്ടാണിത്. എന്താ നിങ്ങൾ മരിക്കാത്ത? എത്ര രോഗം വന്നിട്ട് പിന്നെയും നിങ്ങളങ്ങനെ ജീവിക്കുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്.
അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാലം തശുമ്മ റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം ആ പെണ്ണ് ആസ്വദിക്കൂല. സ്വർഗത്തിന്റെ സുഗന്ധം അത് 500 കൊല്ലത്തെ വഴിദൂരം അപ്പുറത്തേക്ക് അടിച്ച് വീശുന്ന ഗന്ധമാണ്. നാട്ടിലെവിടെയും അതിനൊക്കുന്നൊരു വാസനയില്ല, അതിനൊക്കുന്നൊരു അത്തറില്ല. ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ഭാഗ്യ, ഏറ്റവും വലിയ ഹതഭാഗ്യയായി പെണ്ണ് മാറാനുള്ള കാരണം ഒരു ദുഷിച്ച വാക്കാണ്. നല്ലോണം ശ്രദ്ധിക്കണം. നരകത്തിൽ അധിക ആളുകളെയും കടത്തി വിടുന്ന വിഷയം 2 എണ്ണമാണ്. 2 അവയവങ്ങളാണ് നബി തങ്ങൾ എണ്ണിയത്. അൽഫമു വൽ ഫർജു. ഒന്ന് വായയാണ് സഹോദരങ്ങളെ, നാവാണ് ശ്രദ്ധിക്കേണ്ടത്. അധിക പേരെയും നരകത്തിൽ കടത്തിവിടുന്ന വിഷയം നാവെന്ന അവയവമാണ്. മറ്റൊന്ന് സ്വകാര്യ അവയവമാണ്. കളവ് അതിനൊരു പ്രേരകമാണ്. ദുഷിച്ച സംസാരം അതിനൊരു കാരണമാണ്. ശാപവാക്കുകൾ അതിന് കാരണമാണ്. മനസ്സിനെ ശല്യപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാക്ക് അതിനൊരു കാരണമാണ്. കുറ്റം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ഏഷണി പറഞ്ഞ് നടക്കുന്നതിന് കാരണമാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ കാരണമാണ് ഫിത്ന. കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വാക്കും ഒരു കുടുംബത്തിനിടയിലോ ഒരു അയൽപക്കത്തിനിടയിലോ ഒരു കൂട്ടുകാർക്കിടയിലോ ആലിമീങ്ങൾക്കിടയിലോ മുഅല്ലിമീങ്ങൾക്കിടയിലോ ഉസ്താദുമാർക്കിടയിലോ സഹോദരങ്ങൾക്കിടയിലോ സൃഷ്ടിക്കുന്ന വാക്ക് അത് നാവിന്റെ ഏറ്റവും വലിയ വിനയാണ്. നരകത്തിൽ പോകാനുള്ള എളുപ്പമാർഗമാണ്. 2 അവയവങ്ങളല്ലേ എണ്ണിയത്. പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. ഇത്രയും കാലം ജീവിച്ചിട്ട് എനിക്കൊരു ഹൈറും കിട്ടിയിട്ടില്ല, നിങ്ങളൊന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന പെണ്ണ് നരകത്തിന്റെ വാസന അനുഭവിക്കാത്ത പെണ്ണാണ്. യാ ആയിഷ, സ്വന്തം ഭർത്താവ് വിരിപ്പിലേക്ക് ഒരു പെണ്ണിനെ ക്ഷണിച്ചു. ഫഅബത്ത്, അവൾ വിസമ്മതിച്ചു. ഇല്ലാ ഖറജത് മിൻ ഹസനാതിഹാ കമാ തഖ്റുജുൽ ഹബ്ബത്തു മിൻ ഖിശ്രിഹാ. ആ പെണ്ണിന്റെ മുഴുവൻ നന്മകളും ചോർന്നുപോയി. ഒരു ധാന്യം അതിന്റെ തൊലിയിൽ നിന്ന് പുറത്തെടുക്കുന്നത് പോലെ. എത്ര ക്ലിയർ ആയിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ ധാന്യം വേർതിരിച്ചെടുക്കല്. ഒരു നെല്ലിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ അരി വേർതിരിച്ചെടുക്കുന്നത് കാണാറില്ലേ? അതിന്റെ തൊലി മുഴുവനും തൊലിച്ച് കളയൂലേ? അതുപോലെ മുഴുവൻ നന്മകളും ഈ പെണ്ണിൽ നിന്ന് അസ്തമിച്ചു പോകും. എന്തേ? കിടക്കപ്പായിലേക്ക് നല്ല താല്പര്യത്തോടെ ഭർത്താവ് ക്ഷണിച്ചു. നീ പോയി കൊടുക്കണം പെണ്ണേ. ആരോഗ്യപരമായി നീ മോശപ്പെട്ട ആളാണെങ്കിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന വിധം ഭർത്താവിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണം. എന്നാലും വിസമ്മതിക്കുന്ന ഒരു രൂപം ഉണ്ടായിക്കൂടാ. സുബ്ഹാനല്ലാഹ്, മറ്റു പല താല്പര്യങ്ങളുമാണ് ഇന്നത്തെ കാലത്തെ പുതിയ കാരണം. അതും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. യാ ആയിഷ, മാ മിൻ ഇംറാത്തിൻ ഗസലത്ത്, ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ആ പെണ്ണ് തന്റെ ഭർത്താവിന് നല്ലൊരു വസ്ത്രം വാങ്ങിക്കൊടുത്തു, നല്ലൊരു വസ്ത്രം സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങിക്കൊടുത്തു. ഇല്ലാ കസാഹല്ലാഹു മിൻ ഹുലലിൽ ജന്നതി യൗമൽ ഖിയാമ. ഭർത്താവിന് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത പെണ്ണിന് സ്വർഗത്തിന്റെ പട്ടിൽ നിന്ന്, സ്വർഗത്തിന്റെ ഉടയാടകളിൽ നിന്ന് നല്ല വസ്ത്രങ്ങൾ അല്ലാഹു ധരിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സന്തോഷമാണല്ലോ, ഒരു തൃപ്തിയാണല്ലോ സഹോദരങ്ങളെ. തൃപ്തിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് വസ്ത്രം നൽകുന്നത്. അത് സ്വന്തം ഇണക്ക് കൊടുത്താൽ മനസ്സിന് വലിയ സന്തോഷമാണ്, വലിയ റാഹത്താണ്. ആ ഒരു സന്തോഷം നിറവേറ്റിയാൽ വലിയ സന്തോഷം ആഖിറത്തിൽ ലഭിക്കും. യാ ആയിഷ, ലൗ അന്നംറഅതൻ മസ്സത് മൻഖറ സൗജിഹാ. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന ചലം, ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന രക്തം, ആ പെണ്ണ് അത് വായ കൊണ്ട് ഊറ്റിയെടുത്തു. എന്നാലും ഭർത്താവിനോട് കടപ്പാട് വീട്ടിയവളാകൂല. എത്ര സാഹസികമായ സേവനങ്ങൾ ചെയ്താലും
ബാധ്യത പൂർണ്ണമായും വീട്ടിക്കൊടുക്കാൻ കഴിയൂല. യാ ആയിഷ തൂബാ ലിമൻ റളിയ അൻഹാ സൗജുഹാ, ഭർത്താവിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന പെണ്ണിന് വലിയ സന്തോഷമാണ്. ഫഇന്ന റിളസ്സൗജി മിൻ റിളല്ലാഹി തആല, മാതാപിതാക്കളെ പൊരുത്തം മാത്രമല്ല സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പൊരുത്തം, ഭർത്താവിന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ പൊരുത്തത്തിന്റെ ഭാഗമാണ്. മാതാപിതാക്കളെ പൊരുത്തവും അല്ലാഹുവിന്റെ പൊരുത്തത്തിന്റെ ഭാഗമാണ്. ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തം നേടാം. ഭർത്താവിന്റെ പൊരുത്തം നേടുന്നത് അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ കാരണമാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കരുത്. അവസാനം പറഞ്ഞു യാ ആയിഷ മൻ അദ്റക വാലിദൈഹി വലം യുദ്ഖിലഹുൽ ജന്ന ഫലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. മാതാപിതാക്കളെ പ്രായാധിക്യത്തിൽ കിട്ടിയിട്ട് ആ മാതാപിതാക്കൾ മുഖേന സ്വർഗത്തിലെത്താൻ കഴിയാത്ത മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല. പ്രായാധിക്യത്തിലാണ് ബാപ്പാനെയും ഉമ്മാനെയും കിട്ടിയത്. അവരെ ഉപയോഗിച്ച് സ്വർഗപ്രവേശനം നേടണം. എന്തേ ഖിദ്മത്തെടുക്കാൻ പ്രയാസമുണ്ടാകും, കൂട്ടിനിരിക്കാൻ ഒരുപാട് നേരം വേണ്ടിവരും. എത്ര നേരം കൂട്ടിനിരുന്നാലും, എത്ര സമ്പത്ത് ചെലവഴിച്ചാലും, എത്ര സമയം അവർക്ക് കൊടുക്കേണ്ടി വന്നാലും അത് സ്വർഗത്തിൽ പോകാനുള്ള വലിയ കാരണമാണ്, വലിയ നിമിത്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഉപദേശങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു